സൂക്ഷ്മ. ആ നീയായിരുന്നു സർ. കയറുക. ആ വാ. ഏതാടാ ഈ പെണ്ണ്? ഇവളുടെ പേര് കൗസല്യാണ് സാർ. നമസ്കാരം സർ. നമസ്കാരം. ഇവരുടെ സ്ഥലം ഞങ്ങളുടെ ഗ്രാമത്തിന് തൊട്ടടുത്താണ് സാർ ഉള്ളത്. ഞങ്ങൾ തമ്മിൽ 3 കൊല്ലമായിട്ട് വളരെ സിൻസിയറായിട്ട് പ്രണയത്തിലാണ് സാർ. പെട്ടെന്ന് അവളുടെ വീട്ടിൽ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു സാർ. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ എനിക്ക് ഫോൺ വിളിച്ച് എന്നോട് കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു സാർ. അതുകൊണ്ടാണ് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നത്. നിങ്ങൾ വേണം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ചു തരാൻ. ശരി, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം. അതുവരെ നിങ്ങൾ എവിടെ താമസിക്കും? ഇനി വേണം എവിടെയെങ്കിലും റൂം നോക്കാൻ സാർ. ഞാനിപ്പോൾ ഉള്ള റൂമിൽ കുറേ ചെക്കന്മാരുണ്ട് സാർ. ഇവളെവിടെ താമസിപ്പിച്ചാൽ അത്ര ശരിയാവില്ല സാർ. തൊട്ടടുത്ത് എവിടെയെങ്കിലും നല്ല വീട് നോക്കണം സാർ. ശരി, നിങ്ങൾക്ക് പുറത്തെവിടെയെങ്കിലും വീട് കിട്ടുന്നവരെ എൻ്റെ കൂടെ ഇവിടെ താമസിച്ചോ. ശരി സാർ, ഞങ്ങളെ അനുഗ്രഹിക്കുക. ഏയ് എന്താടേ കാണിക്കുന്നേ? ഒരു നല്ല ദിവസം നോക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും കല്യാണം നടത്താം. ശരി സാർ. സാർ, പുറത്ത് കാറില്ല, എന്തായി സാർ? നീ നാട്ടിൽ പോയിരിക്കല്ലായിരുന്നോ? ഞാനൊരു ജോലിയുടെ ആവശ്യത്തിന് കാറോട് പോയപ്പോൾ ഒരാൾ ബൈക്കിൽ വന്ന് കാറെ തട്ടി ആക്സിഡൻ്റ് ആയി. കാറിപ്പോൾ ഷെഡിലാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ നിനക്ക് റൂം കാണിച്ചു തരാം. വാ. ശരി സാർ. കൗശിക്, ഈ റൂമിൽ താമസിച്ചോ. ശരി സാർ. ഇരിക്കേ. ആ പെണ്ണെ കണ്ട നല്ല അലുവ പോലെയുണ്ട്. എങ്ങനെയാണോ ഇവനെ ഇഷ്ടപ്പെട്ടത്? ഇതിനൊക്കെ ഒരു തലവരെന്ന് പറയുന്നത്. കൗശിക്, കൗശിക്, ഒന്നിങ്ങി വന്നേ. സാറ് വിളിക്കണമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ വന്നേക്കാവേ. ശരി. സാർ വിളിച്ചിരുന്നോ? നമ്മുടെ വെങ്കടന്റെ ആ ഹോട്ടലിലല്ലേ? നീ പോയി നമുക്ക് 3 പേർക്കും ടിഫിൻ വാങ്ങിച്ചിട്ടുണ്ടോ? ആ ശരി സാർ. സർ, ഇരിക്കേ. നിനക്ക് കൗശിക്കിനെ എത്ര വർഷമായിട്ട് പരിചയമുണ്ട്? സർ, എനിക്ക് കൗശിക്കിനെ 10 വർഷത്തിൽ കൂടുതൽ പരിചയമുണ്ട് സർ. ഞങ്ങൾ പ്രണയത്തിലായിട്ട് ഇപ്പം 3 വർഷമായിട്ടേ ഉള്ളൂ. പെട്ടെന്ന് എൻ്റെ വീട്ടിൽ എനിക്ക് കല്യാണാലോചന നടത്തി അത് ഉറപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ കൗശിക്കിന് ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കൗശിക് ഉടനെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നിനക്ക് വേണ്ടിയിട്ടായിരുന്നോ എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ് സാറ് ലീവ് വാങ്ങിച്ചിട്ട് പോയത്? നിന്റെ വീട്ടില് ഈ പ്രേമത്തെ അംഗീകരിച്ചില്ലേ? അതെ സർ. എൻ്റെ വീട്ടിൽ ഇത്തിരി കാശും പണമൊക്കെ ഉള്ള, നന്നായി പഠിച്ച് ജോലിയൊക്കെ ഉള്ള ഒരാളെ കൊണ്ട് എൻ്റെ കല്യാണം നടത്താനാണ് വിചാരിച്ചത്. കൗശിക് ആണെങ്കിൽ 10th വരെ പഠിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാണല്ലോ. അതുകൊണ്ടാ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്കാത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ വീട് വിട്ട് ഓടി വന്നത്. സർ, കൗശിക് നിങ്ങളെക്കുറിച്ച്
ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും നിങ്ങളുടെ ഓഫീസിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ തരുമോ സർ? ഒരു സഹായം ആയിക്കോട്ടെ. അതൊക്കെ പോട്ടെ, നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഡിഗ്രി ഫിനിഷ് ചെയ്തിട്ടുണ്ട് സർ. ഉം. ശരി, എൻ്റെ ഓഫീസിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിനക്ക് ഞാൻ ജോലി ഏർപ്പെടുത്താം. താങ്ക് യു സർ. ഉം. സർ, ഉം? നമ്മുടെ വീട്ടിലെ ജോലിക്കാര്യങ്ങൾക്ക് ഒരു പെൺകുട്ടി നോക്കിയിരുന്നില്ലേ? ഉം. എവിടെയാ അവര്? എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ആ പെണ്ണ് പ്രഗ്നൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ പോയിരിക്കുക. തിരിച്ച് ഓ. ജോലിക്ക് വരാൻ ഒരു 6-7 മാസം ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഓക്കെ. അവൾ വരുന്നവരെ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യാനായിട്ട് ആരെങ്കിലും ജോലിക്കാരെ കിട്ടുകയാണെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്യേ. സർ, കൗസല്യ ഭക്ഷണങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും സർ. ആരെങ്കിലും കിട്ടുന്നവരെ ഇവിടെ തന്നെ ഉണ്ടായിക്കോട്ടെ. ആയിക്കോട്ടെ, ഞാൻ തന്നെ കുക്ക് ചെയ്യാം. ശരി. എന്താ മോളെ, വീട് കൊള്ളാല്ലേ? നമ്മൾ വേറെ വീട് നോക്കുന്നില്ലേ? ഇവിടെയാണോ താമസിക്കാൻ പോന്നെ? നമുക്ക് തനിച്ച് നോക്കാന്നേ. തൽക്കാലം സാർ നമ്മളിവിടെ താമസിക്കാൻ പറഞ്ഞല്ലേ. ഇങ്ങനെ മറ്റൊരാളുടെ വീട്ടില് എത്ര കാലം എന്ന് വെച്ചാ നിക്കുക? ഇത് നോക്കിയേ, സാർ നമ്മളെ പെട്ടെന്ന് വേറെ വീട് നോക്കാൻ പറഞ്ഞില്ലല്ലോ. സാറ് പറഞ്ഞവരെ നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഒരുപക്ഷെ അങ്ങേക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലേ നമ്മൾ രണ്ടുപേരും ഇവിടെ തന്നെ താമസിക്കാൻ പറഞ്ഞാലോ? ഓ, നിങ്ങളുടെ സാർ അത്ര നല്ല മനുഷ്യനാണോ? ഇല്ല. പിന്നെ നല്ലവരേക്കാളും നല്ലവരാണ്. അങ്ങേര് എത്ര നല്ല മനുഷ്യനാണെങ്കിലും നമ്മൾ വെറുതെ ഇവിടെ താമസിക്കുന്നത് അത്ര ശരിയാവില്ലെന്നേ. നമുക്ക് താമസിക്കാൻ വേഗം നല്ലൊരു വീട് നോക്ക്, അതേ ശരിയാവൂ. ശരി, വിട്. ഞാൻ ഈ ആഴ്ചയിൽ എങ്ങനെയെങ്കിലും വാടകയ്ക്ക് വേറെ വീട് നോക്കാം. ശരി. അല്ല, ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? ഇന്ന് ലീവല്ലേ? കാർ സർവീസിന് പോയിരിക്കുക. സർവീസ് കഴിഞ്ഞാൽ എന്തായാലും ഒരാഴ്ചയെങ്കിലും ആവുമെന്ന് പറഞ്ഞല്ലേ. കാർ സർവീസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനും സാറും നല്ല ബിസിയാവും. സാർ എവിടെ വിളിച്ചാലും എനിക്ക് പോയേ പറ്റൂ. തിരിച്ച് എപ്പോഴാണ് വരുന്നത് യാതൊരു പിടിയില്ല. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും. ശരി, പെട്ടെന്നൊരു വീട് നോക്ക്. എനിക്കിവിടെ താമസിക്കാൻ എന്തോ പോലെ. നീ അത് വിട്, ഞാൻ നോക്കാന്ന് പറഞ്ഞതല്ലേ. ഉം. കൗശിക്, കൗശിക്, കൗശിക്. നല്ല മൂടുള്ളപ്പോഴാണ് ഇങ്ങനെ വിളിക്കുക. ജോലിയില്ല അങ്ങേർക്ക്. നമ്മൾ അങ്ങേരെ വീട്ടിലല്ലേ താമസിക്കുന്നേ. അങ്ങേർക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും വിളിക്കും, പോയല്ലേ പറ്റൂ. അതുകൊണ്ടാ വേറൊരു വീട് നോക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, മനസ്സിലായോ? ശരി, മനസ്സിലായി, വിട്. ഞാൻ പോയി എന്താണെന്ന് ചോദിച്ചിട്ട് വരാം. ശരി, പോ. സാറിനെ വിളിച്ചിരുന്നോ? നിങ്ങൾ രണ്ടുപേരും ട്രെയിനിലല്ലേ വന്നത്? ആ പെണ്ണ് നല്ല ടയർഡായിരിക്കും. അതുകൊണ്ട് ഇന്നൊന്നും ഉണ്ടാക്കണ്ട. ഇന്നത്തെ ഒരു ദിവസം നമുക്കെല്ലാവർക്കും കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കാം. ശരി സാർ. ശരി, നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾ തന്നെ പറയൂ സാർ. നമുക്കെന്നാ ചിക്കൻ ബിരിയാണി ആക്കിയാലോ? ശരി. ഒരു കാര്യം ചെയ്യും, അടുത്തുള്ള ആ മിലിറ്ററി ഹോട്ടലല്ലേ, അവിടെ പോയി വാങ്ങിച്ചിട്ടോ. ശരി സാർ. ചെല്ലേ. ബിരിയാണി എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട് സർ.
എങ്കിൽ പിന്നെ വയറ് നിറച്ച് കഴിക്കേ. ഉം. എടാ മുത്തേ, നമുക്കിന്ന് രാത്രി നല്ല സന്തോഷമായിട്ടും ജോളിയായിട്ടും എൻജോയ് ചെയ്യാം. ഉം? ഏയ്, ഒച്ച വെച്ച് സംസാരിക്കാതെ. നിന്റെ ഓണർ കേട്ടാ തെറ്റിദ്ധരിക്കില്ലേ? ആ എടി, അങ്ങേര് തെറ്റിദ്ധരിക്കൊന്നുമില്ല. നമുക്ക് ജോളിയായിട്ട് എൻജോയ് ചെയ്യാം. നമ്മൾ രണ്ടുപേരും ചെറിയ കുട്ടികളല്ലേ. അങ്ങേര് വയസ്സിൽ മൂത്തതും നമ്മൾ തമ്മിൽ നടക്കുന്നതൊക്കെ അദ്ദേഹം കാര്യമാക്കില്ലെന്നേ. ഉം, ഉം, ഉം.